ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുട്ടിച്ചൻ്റെ മകളുടെ കുട്ടിയുടെ 28 കേട്ടോ. അപ്പോൾ അതിന് പോവുകയാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെയാണ് പോണത്. പിന്നെ അച്ഛനൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് വീട്, കുട്ടിച്ചൻ്റെ വീട്, അതായത് അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്. ആൾക്കാർ എത്തി തുടങ്ങുന്നുള്ളൂ കേട്ടോ. കുട്ടിച്ചൻ്റെ മകളാണ്, മറ്റേ കുട്ടിച്ചൻ്റെ മകൻ്റെ കുട്ടിയാണ്. പറയുക കുറേ ആൾക്കാരുടെ പേര് പറയാനുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇപ്പോൾ സമയം 10 മണിയാണ്. 10 മണിക്കാണ് തുടങ്ങിയതൊക്കെ ചടങ്ങുകളൊക്കെ. ചടങ്ങ് പറയാൻ അങ്ങനെ സമയമൊന്നുമില്ല. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. എല്ലാവരും എത്തുമ്പോൾ നമ്മൾ ചടങ്ങ് തുടങ്ങാനാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ അതായത് കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, അങ്ങനെ വേറെ വേറെ ജില്ലയിൽ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ കറുപ്പ് നൂലിൽ ചരടിൽ കെട്ടുക, പിന്നെന്താ കറുപ്പ് പാല ഇടുക, കൺമഷി എഴുതുക, പൊട്ട് കുത്തുക, പൗഡർ ഇടുക. പിന്നെ എന്തെങ്കിലും കുട്ടിക്കൊക്കെ എന്തെങ്കിലും കൊടുന്നു കഴിഞ്ഞാൽ സ്വർണ്ണം അങ്ങനെയൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ ഇടുക. പിന്നെ ചിലവർ പേരിടും. അങ്ങനെയൊക്കെയാണ്. തൃശ്ശൂരൊക്കെ ആണെങ്കിൽ 28 അങ്ങനെയൊന്നും ആഘോഷിക്കാറില്ല. 90 അവിടെ അധികം ആഘോഷിക്കാറ്. ഇപ്പോൾ സൗണ്ട് കുറച്ച് കമ്മിയാകും, കാരണം ഞാൻ ഷോപ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി പോണേൻ്റെ, ബസ്സൊക്കെ പോണേൻ്റെ ഒരു സൗണ്ട് കേൾക്കും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഉറക്കം ഊരിടാനൊന്നും പറ്റില്ല. അവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ യൂണിയൻകാരൊക്കെ ഇരിക്കുന്നുണ്ട്, കടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം സംസാരിക്കാനും പറ്റില്ല. വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. സൗണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, സൗണ്ടൊക്കെ ഉണ്ട് നല്ലോണം. അങ്ങനെ ചടങ്ങൊക്കെ ആയിട്ടോ. ചടങ്ങിതാ കുട്ടിക്ക് നമ്മളിതാ നല്ല ഉറക്കമാണ് കേട്ടോ. നല്ല ഉറക്കത്തിലാവുകൊണ്ട് ആള് കൺമഷി എഴുതാനും പൊട്ട് കുത്താനും ആൺകുട്ടിയാണ്. കരയണമൊന്നുമില്ല. വയമ്പും ചന്ദനമൊക്കെ കൊടുക്കാൻ പറയില്ലേ. അപ്പോൾ ഞങ്ങൾ അതൊരു പാക്കറ്റിൽ കിട്ടും. അതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഒരു 8-10 സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കല്ലുമ്മ ഉരച്ചിട്ട് നാവിൻ്റെ തുമ്പത്ത് മെല്ലെ ഇങ്ങനെ വെച്ച് നാവുമ്മ അങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് മെല്ലെ ഒന്ന് വെറുതെ നുരയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ചടങ്ങുകളെന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്താ ചെക്കൻകുട്ടി നല്ല ഉറക്കമായ കാരണം അവൻ എല്ലാവർക്കും സമ്മതിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ കറണ്ട് പോയപ്പോൾ കുറച്ചൊരു ബഹളം വെച്ചു. അപ്പം കുപ്പിപ്പാലുണ്ടായിരുന്നു ലേശം, അത് കുറച്ച് കൊടുത്തു. കൊടുക്കാനും പാടില്ല, എന്നാലും ലേശം വെറുതെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീശി കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഉണരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 28ാമത്തെ ദിവസം കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി നാളെ സുന്ദര കുട്ടപ്പനാക്കാം കേട്ടോ. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ നാളെ നല്ല ഉറക്കമാണ്. എനിക്കൊരു ബഹളം ഉണ്ടാവും, നല്ല കരച്ചിലാവും. അങ്ങനെ ചടങ്ങ് ഇതൊക്കെ തന്നെയാണ്. നൂല് കെട്ടുക, അതാണ് ശരിക്കുള്ളൊരു ചടങ്ങെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലവർ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴത്തിൻ്റെ ഒന്ന് മെല്ലെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനുള്ളത് വെറുതെ ഒന്ന് വെച്ച് കൊടുക്കും. കാരണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നാവുമ്മ കൊടുക്കണമെങ്കിൽ പറ്റുമല്ലോ. ചിലവർ പിന്നെ അങ്ങനെയൊന്നും കൊടുക്കില്ല. അമ്പലത്തിൽ പോകണം പറയും, വഴിപാടുണ്ടാവും, അവിടെ പോയിട്ടൊക്കെ ചോറ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ മേക്കപ്പ് കഴിയാറായി. ഇനി ഡ്രസ്സ് ഇടിപ്പിക്കണം, പിന്നെ അരഞ്ഞാണ് കെട്ടണം, മാല ഇടണം, മോതിരങ്ങളിടണം. ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ചെയ്ത ശ്രീകല, അത് എൻ്റെ കൂട്ടുകാരി തന്നെയാണ്. മന്തൂക്കിയെന്ന് എന്നെ വിളിക്കാറ് അവൾ എപ്പോഴും. അപ്പോൾ അവൾ ഇപ്പോൾ കാണാറില്ല. വീഡിയോ കാണുന്നുണ്ടാവും, പക്ഷേ കമൻറ്റൊന്നും ഇപ്പോൾ ഇടാറില്ല. അതേപോലെ കുറിപ്പ്, അതിപ്പോൾ എന്താ അറിയില്ല, എല്ലാറ്റിലും ഇടാറുണ്ട് കുറിപ്പ്. പിന്നെ പ്രമോദ് വാഴയിൽ, അതൊക്കെ ആരെന്ന് ആളെ മനസ്സിലായിട്ടില്ല, പക്ഷേ അത് വീട്ടും പേര് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഫാസിൽ, വിപിൻ, പിന്നെ ആരാ, ശ്രീകുമാർ പ്രമിയാണ് കേട്ടോ. ശ്രീകുമാർ പ്രമി. അതേപോലെ സുജിത,
ഇവരൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ രതി, പിന്നെ ഉഷ, ബിന്ദുവിൻ്റെ ചാനലൊക്കെ ഞാൻ കണ്ടു, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നല്ല വീഡിയോസാണ്. വെള്ളരിക്കയൊക്കെ എന്താ കറി വെക്കുന്നത് അങ്ങനത്തെ കണ്ടു. പിന്നെന്താ, പിന്നെ അഷറഫ്, ഗൗതം ചേച്ചിയുടെ മരുമകനാണ് കേട്ടോ. അതിൽ ചില പേരുകളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഒരു 3-4 പേരൊക്കെ, ബാക്കിയൊന്നും അറിയില്ല. എവിടെ വീടോ സ്ഥലമോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പേരിങ്ങനെ കാണുമ്പോൾ ഞാൻ വായിക്കണം തന്നെ ഉള്ളൂ. പിന്നെ ചാനലുള്ള ആൾക്കാരാച്ചാൽ ഞാൻ നോക്കും, അതിൻ്റെ ഫോട്ടോസുകളൊക്കെ നോക്കും. ആരാ അയച്ചാൽ അവരുടെ ഫോട്ടോ നോക്കും. അപ്പോൾ അവർ ചാനലുണ്ടോ നോക്കും ആദ്യം. ചാനലുണ്ടെങ്കിൽ ഞാൻ അവരുടെ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഷാജി, പിന്നെ കുറച്ച് പേരുടെ ഉണ്ട് കേട്ടോ. ഇവിടെ മാലടലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിലർ കേട്ടോ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം കറണ്ട് പോയില്ല അതിൻ്റെ ഇടയിൽ. കറണ്ട് പോയപ്പോഴേ ആൾ നല്ല കരച്ചിലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ 28-ൻ്റെ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാറുണ്ട് കേട്ടോ. കുട്ടീനെ ഞാൻ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഞാൻ ബിഗ് ബോസ് ആയിട്ടാണ് കാണുന്നത്. അപ്പം യൂട്യൂബ് അത് കോപ്പിറൈറ്റ് വരരുത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുട്ടിയുടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചിലർ പറയും കുട്ടിയുടെ ഞാൻ കാണിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അറിയില്ല എനിക്കിതിനെ പറ്റിയിട്ട്. പിന്നെ ഉണ്ണികൃഷ്ണൻ കമൻറ്റ് ചെയ്യാറുണ്ട്. അബ്രഹാം, അതായത് തമ്പേട്ടനാണ് വാണിയംകുളത്തെ. പിന്നെ ഷാജി, അങ്ങനെ കൃഷ്ണൻകുട്ടി, അങ്ങനെ കുറച്ച് പേരും കൂടി ഉണ്ട് കേട്ടോ. പേര് ഞാൻ ഇനി അടുത്തതിൽ വായിക്കാം കേട്ടോ. എല്ലാ പേരും വായിക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞാനത് കമൻറ്റ് ചെയ്ത ആൾക്കാരുടെ പേരൊക്കെ വായിച്ചു. അങ്ങനെ അതുകൊണ്ട് വായിക്കല്ല എഴുതി വെച്ചു. അതുകൊണ്ടാണ്. ഇനി ഞങ്ങൾ സദ്യ ഉണ്ണാൻ പോട്ടെ കേട്ടോ. 28-ൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനി സദ്യ ഉണ്ണണ്ടേ. അപ്പോൾ സദ്യ ഉണ്ണാൻ പോവാണ്. അവിടെ അച്ഛനൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കുടുംബക്കാരാണ്. ഇതാ ജോലി ചേച്ചിയാണ്. ജോലി ചേച്ചിയൊക്കെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസിൽ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. ഇത് എടുത്ത് പറയാൻ ആരും ഇല്ലാത്ത അമ്മയുടെ മകളാണ് സ്നേഹ പ്രത്യുഷ്. ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും അറിയില്ല. അവരുടെ പേരൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ ഇതെല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാരാണ്. അധികം മറ്റവരുടെ ഊണൊക്കെ ഒരുവിധം കഴിച്ചു അവരുടെ. അപ്പോൾ വോയിസ് ഓവർ പോയി മുഖം മാറൂല. ഫുള്ളായിട്ട് കാണാട്ടോ. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ 28 വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ കേട്ടോ ഞങ്ങൾ വളർന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ അധികം പെണ്ണുങ്ങളുള്ളത്. കാറ്ററിംഗ് ആയിരുന്നു, അവിടെ വെച്ചൊന്നുമില്ല. അങ്ങനെ ഒരുവിധ ആൾക്കാരുടെ ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. സമയം അപ്പോൾ 12:30 ആയിട്ടുണ്ട്. പിന്നെ ഞാനും ഊണ് കഴിക്കാനൊക്കെ ഇരുന്നു. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ വീഡിയോയിലും കഴിക്കണ വീഡിയോ ആവൂലേ എൻ്റെ. അങ്ങനെ എന്തായാലും കുറച്ച് ഭാഗമായിട്ട് എനിക്ക് 28-ൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഇനി നാളെ ഞാൻ എന്ത് വീഡിയോ എടുക്കാമെന്നറിയില്ല. ഇത് വിലാസിനി ചേച്ചിയാണ്, ബിന്ദു. അപ്പോൾ വിലാസിനി ചേച്ചിയൊക്കെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാറുണ്ട്. അങ്ങനെ കാണുമ്പോഴാണ് അവരൊക്കെ പറയാറ്. ഞാനും വിളമ്പി കൊടുക്കാനൊക്കെ സഹായിച്ചു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വെള്ളിയാട് ദേശത്തെ ഞങ്ങളുടെ ചെറിയ 28 വിശേഷങ്ങളും. ഇത് സുധി ചേച്ചിയാണ്. ഈ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ല, പേര് അതുകൊണ്ട് പറയണില്ല. പിന്നെ പപ്പടവും പായസവും പഴമൊക്കെ കൂടിയിട്ട്, പഴമൊന്നുമില്ല കേട്ടോ, വിജയമ്മായിയാണ് കേട്ടോ, അമ്മായിമാരാണത്.
അങ്ങനെ എന്തായാലും വീഡിയോ അവസാനിക്കാറായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ കുട്ടിയുടെ അച്ഛനും അമ്മേനും നിങ്ങൾക്ക് കാണണ്ടേ? കുട്ടിയുടെ അച്ഛനും അമ്മേനും കാണിച്ചു തരാം കേട്ടോ. അതാണ് അമ്പിളി എന്നാണ് പേര്. ഇതാണ് കുട്ടി. കുട്ടിയുടെ അച്ഛൻ്റെ പേര് മനോജാണ്. അപ്പോൾ അച്ഛന് അമ്മമാരൊക്കെ ഇതാ കൊടുക്കുന്നു. അമ്മായിയാണിത്. അപ്പോൾ ഓക്കെ, ബൈ.